നമസ്കാരം. നാളെ പൊന്നിൻ ചിങ്ങമാസം പൊന്നോണക്കാലം തുടങ്ങുകയാണ്. നാളെയാണ് ചിങ്ങം 1, ഓഗസ്റ്റ് 17 തീയതി, ഞായറാഴ്ച ദിവസം. നാളെ മുതൽ നീണ്ടു നിൽക്കുന്ന ഒരു വർഷക്കാലത്തെ 27 നക്ഷത്രക്കാരുടെയും ഗുണഫലങ്ങളാണ് പറയാനായി പോകുന്നത്. ഒരു പൊന്നോണക്കാലം കഴിഞ്ഞ സമയങ്ങളിലൊക്കെ അനുഭവിച്ച എല്ലാവിധ ദുരിതങ്ങളും മാറി നാളെ മുതലുള്ള നീണ്ട ഒരു വർഷക്കാലം, അതായത് അടുത്ത ഓണം വരെയുള്ള സമയം സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ദുഃഖങ്ങളൊക്കെ ഒഴിഞ്ഞ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നീങ്ങിയ സമാധാനത്തോടു കൂടി ഉറങ്ങാൻ സാധിക്കുന്ന ദിനങ്ങളാവണം എന്നതാണ് ഏവരും ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ആകട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും ചെയ്യാം. ഇവിടെ അശ്വതി മുതൽ തുടങ്ങി രേവതി വരെ വരുന്ന 27 നക്ഷത്രക്കാരുടെയും ഒരു വർഷക്കാലത്തെ, അതായത് നാളെ മുതൽ തുടങ്ങി അടുത്ത ഓണം വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് പറയാനായി പോകുന്നത്. പല വിധത്തിലുള്ള ഗ്രഹമാറ്റങ്ങൾക്ക് തുടക്കമാകുന്ന ഒരു വർഷക്കാലത്തിനാണ് നാളെ നാന്ദി കുറിക്കാനായി പോകുന്നത്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങളിലൂടെ, ഗ്രഹമാറ്റങ്ങളിലൂടെ, അതിൻ്റേതായിട്ടുള്ള പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വരും 27 നക്ഷത്രക്കാർക്കും. അതിലിവിടെ അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാരായ ആളുകൾക്ക് ഗുണദോഷ സമ്മിശ്രമായ സമയമാണ് നാളെ മുതൽ തുടങ്ങാൻ പോകുന്നത്. ഒരുപാട് ദുഃഖങ്ങൾ മാത്രം അനുഭവിച്ചിരുന്ന നിങ്ങൾക്ക് ആ ദുഃഖങ്ങളുടെ ഒരു കുറവ് നിങ്ങൾക്ക് അനുഭവിക്കാനായി സാധിക്കും. ഒരു വ്യാപ്തി കുറവ് നിങ്ങൾക്കുണ്ടാകും. മാറ്റങ്ങൾ വന്നു ചേരും. എങ്കിലും വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നിലവിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരമുണ്ടാകുമെന്നതിൽ സംശയം വേണ്ട. അല്പം ശത്രുദോഷങ്ങൾ, ശത്രുശല്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ നൽകുന്ന, വാക്കാലും പ്രവൃത്തിയാലും ചെയ്യുന്നതുണ്ട്. അപ്പോൾ അതൊക്കെ ഭഗവാനോട് പ്രാർത്ഥിക്കുക. അല്ലാതെ ഒരാൾ നമ്മളോട് കാണിക്കുന്ന അതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കാൻ നമ്മൾക്ക് സാധ്യമാവുകയില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ദൈവാധീനമുണ്ടാകുന്ന ഒരു സമയമാണ്. ദൈവാധീനമുണ്ടാകുന്ന ഈ ഒരു വേളയിൽ നിങ്ങൾക്ക് കാവലായി ഭഗവാൻ ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുക. നല്ല ഒരു മാറ്റം കാണുന്ന ഒരു സമയം കൂടിയാണ് നാളെ മുതൽ തുടങ്ങാനായി പോകുന്നത്. പലതരത്തിലുള്ള സാമ്പത്തിക പിരിമുറുക്കങ്ങൾ, ഞെരുക്കങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ഒരു റിലാക്സേഷൻ ഉണ്ടാകുമെന്നതിൽ സംശയം വേണ്ട. ഒരു വർഷം കൊണ്ട് കോടീശ്വരനാകും എന്നതല്ല പറയുന്നത്. ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ, സാമ്പത്തിക ഞെരുക്കം, 5 പൈസ കയ്യിലെടുക്കാനില്ലാത്തതായൊരു അവസ്ഥയില്ലേ, ആ അവസ്ഥയ്ക്ക് നാളെ മുതൽ നീണ്ടു നിൽക്കുന്ന ഒരു വർഷക്കാലത്തിനുള്ളിൽ മാറ്റമുണ്ടാകുന്നതാണ്. കാർത്തിക, രോഹിണി, മകീരം വരുന്ന ഇടവം രാശിക്കാരായ ആളുകൾക്ക് നീണ്ട ഒരു വർഷക്കാലം വളരെയധികം മാറ്റങ്ങൾക്ക് തുടക്കമാവുകയാണ്. അതായത് നാളെ മുതൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. നാളത്തെ ദിവസം എല്ലാവരും അടുത്തുള്ള ക്ഷേത്ര ദർശനം നടത്താനായി മറക്കാതിരിക്കുക. ഒരു വർഷക്കാലത്തെ ഫലമാണ് അതിലൂടെ ലഭിക്കുന്നത്. അനുകൂലമായ മാറ്റങ്ങൾ ഇടവം രാശിക്കാർക്കുണ്ടാകുന്നതാണ്. ഒരുപാട് ദുഷ്പേരുകൾ, ചീത്തപ്പേരുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട്. പണം കയ്യിലില്ലാതിരുന്നിട്ടും ഇല്ലാതിരുന്നൊരവസ്ഥയാണെങ്കിലും നമ്മൾക്ക് സഹായിക്കണമെന്ന് മനസ്സ് മാത്രം ഉണ്ടായാൽ പോരാ. അപ്പോൾ ചില ആളുകൾക്ക് നമ്മൾ സഹായങ്ങൾ കൊടുക്കാൻ ബുദ്ധിമുട്ടായ അവസ്ഥകളിൽ പോലും സഹായിച്ചിട്ടുണ്ട്. എന്നാൽ അവരിൽ നിന്ന് പലവിധ പഴികൾ കേൾക്കേണ്ടതായ അവസ്ഥകളൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതായത് ചില ആളുകൾക്ക് ജാമ്യമൊക്കെ നിന്നിട്ടുണ്ട്. അതിൽ നിന്നും തിക്തഫലങ്ങളാണ് അനുഭവത്തിൽ വന്നത്. ചില ആളുകൾക്ക് വേണ്ടി നിങ്ങൾ ലോണൊക്കെ എടുത്തു കൊടുത്തിട്ടുള്ളവരുണ്ടാകും. കൊടുത്തിട്ട് ഏറ്റവും അവസാനം അവരടയ്ക്കാതിരുന്ന അവസ്ഥ, നിങ്ങൾ അടയ്ക്കേണ്ടതായ അവസ്ഥകൾ, അങ്ങനെ ഒരുപാട് അപകീർത്തികരമായ പ്രശ്നങ്ങൾ, ചീത്തപ്പേരുകൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെയും അനുഭവിച്ച ഒരുപാട് ദുരിതങ്ങൾ, അത് എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ദുരിതങ്ങൾ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം കൊണ്ട് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നതാണ്. സാമ്പത്തികമായി വളരെയധികം മികവ് ഉണ്ടാകുന്ന ഒരു സമയം കൂടി നാളെ മുതൽ ആരംഭിക്കുകയാണ്. മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരായ ആളുകൾക്ക് ശാരീരികമായ അല്പം ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിലവിലും ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ചില ആളുകളുണ്ട് പുറത്തു പറയാതെ വെച്ചുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാകാം, ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ളവരെ വിഷമിപ്പിക്കേണ്ട എന്നൊരു ചിന്തയുമാകാം. ഈ 2 ചിന്തയായാലും അത് നിങ്ങൾക്ക് തന്നെയാണ് ദോഷമുണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരവസ്ഥയിൽ, അതായത് ഇപ്പോൾ ചെറിയ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ മക്കളോട് പറയുക, അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞിട്ട് വൈദ്യസഹായം തേടാനായിട്ട് ഒന്ന് ശ്രമിക്കുക. കാരണം കഴിഞ്ഞ സമയങ്ങളിൽ നിങ്ങൾ ആ വൈദ്യസഹായം തേടാൻ വിമുഖത കാണിച്ചു. അത് പോകട്ടെ. പക്ഷേ നാളെ മുതലുള്ള നീണ്ട ഒരു വർഷക്കാലം എന്തെങ്കിലുമൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകൾ മുന്നേ ഉള്ള സമയങ്ങളിൽ മരുന്ന് കഴിച്ച് ക്ലിയർ ചെയ്യാവുന്നത്, നിങ്ങളുടെ ആ ഒരു ആശുപത്രി പോകണ്ട, അല്ലെങ്കിൽ ചിലവാക്കേണ്ട ധനം എന്നൊക്കെയുള്ള ചിന്ത കാരണം ഇനി ഭാവിയിൽ അതൊരു അസുഖമായി മാറാനുള്ള സാധ്യത കാണുന്നു. വിഷമിക്കാനല്ല പറയുന്നത്, സാധ്യത കാണുന്നു. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ ഡോക്ടറെ സമീപിക്കുക. എന്തെങ്കിലും ചെറിയ അസുഖമാണെങ്കിൽ പോലും അതിനുള്ള വൈദ്യസഹായമൊക്കെ തേടുക. പ്രതിസന്ധികളൊക്കെ മാറുന്ന ഒരു സമയമാണ്. നല്ലൊരു ഭാഗ്യസമയത്തിലേക്ക് വരുമ്പോൾ നമ്മളിങ്ങനെയുള്ള ചെറിയ ചെറിയ അസുഖങ്ങളുടെ പേരിൽ വീണ്ടും അനുഭവിച്ച അതേ ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇനിയും വന്നു ചേരാൻ പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത്, മിഥുനം രാശിക്കാരായ ആളുകൾ എന്തെങ്കിലുമൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ നാളത്തെ ദിവസം ഹോസ്പിറ്റലിൽ പോകണമെന്നല്ല പറയുന്നത്. നാളെ 1-ാം തീയതി ദിനമാണ്. നാളത്തെ ദിവസം ശുഭകരമായ കാര്യങ്ങൾക്ക് ശ്രമിക്കുക. അതിൻ്റെ ഫലവും കൂടിയായിരിക്കും ഒരു വർഷക്കാലം നമ്മളിലേക്ക് എത്തുന്നത്. അപ്പോൾ നാളത്തെ ദിവസം കഴിഞ്ഞിട്ടുള്ള ദിനങ്ങളിൽ ആശുപത്രിയിൽ പോവുക. എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അതിന് മരുന്ന് കഴിക്കുക. അല്ലാതെ സ്വയം ചികിത്സയ്ക്ക് മുതിരാതിരിക്കുക എന്നതാണ് ഇവിടെ പറയാനായിട്ടുള്ളത്. സാമ്പത്തികമായ ഒരു മാറ്റം ഉണ്ടാകുന്നതാണ്. അനാവശ്യമായ ആശങ്കകൾ, പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് നിങ്ങളെ ഇതുവരെയുള്ള പല മാനസിക പിരിമുറുക്കങ്ങളിലേക്കും കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെയുള്ള അനാവശ്യ ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റുക. പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാർക്ക് ചില സ്ഥാനമാറ്റങ്ങളൊക്കെ വരാനും ചില പ്രൊമോഷൻ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് അപ്ഗ്രേഡ് ആവാനുമുള്ള സാധ്യത കാണുന്നുണ്ട്. അതേപോലെ തന്നെ ചിലപ്പോൾ താഴേക്ക് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ പറയുന്നത്, ചെയ്യുന്ന ജോലി കൃത്യമായി ചെയ്യാൻ ശ്രമിക്കുക. അതായത് ചിലപ്പോൾ പെൻഡിങ് വർക്കുകൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന നിലവിലുള്ള ആ ഒരു പൊസിഷനിൽ നിന്ന് ഒരു ഇടിവൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ കൃത്യമായി ജോലികൾ ചെയ്യുക. വിദ്യാർത്ഥികളാണെങ്കിൽ പഠന കാര്യത്തിലും കൃത്യത വരുത്താനായി ഒന്ന് ശ്രദ്ധിക്കുക. അശ്രദ്ധ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. അതുകൊണ്ട് ഒരു വർഷക്കാലം, നാളെ മുതൽ തുടങ്ങുന്ന ഒരു വർഷക്കാലം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അശ്രദ്ധ വരാതിരിക്കാനായിട്ടാണ്. ശാരീരികമായ ഒരുപാട് മാറ്റങ്ങൾ, ഒരു മെച്ചപ്പെട്ട ആരോഗ്യമൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷക്കാലമാണ്. അപ്പോൾ നാളത്തെ ദിവസം മുതൽ നല്ല രീതിയിലുള്ള പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. നാളത്തെ ദിവസം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ദിനമാണ്. നാളത്തെ ദിവസം നമ്മൾ ചെയ്യുന്ന ശുഭകരമായ കാര്യങ്ങൾ പോലെയും ഇരിക്കും ഒരു വർഷക്കാലത്തെ ഫലങ്ങൾ വന്നു ചേരുന്നതിന്. മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാർക്കും സാമ്പത്തികമായ ഒരു മാറ്റം ഉണ്ടാകുന്ന സമയമാണ്. എങ്കിൽ പോലും അനാവശ്യ ചിലവുകൾ വർദ്ധിക്കാതിരിക്കാൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് കരുതലുണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഗുണദോഷ സമ്മിശ്രമായ ഒരു സമയമാണ്. എങ്കിലും ഗുണങ്ങളായിരിക്കും കൂടുതലായി ഉണ്ടാകുന്നത്. ധനം അല്പം കയ്യിലേക്കൊക്കെ വരുമ്പോൾ പലവിധ ചിലവുകൾ വന്ന് ആ ധനം നഷ്ടമായി പോയിട്ട് പിന്നെ അയ്യോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ചിലവുകളൊക്കെ നിയന്ത്രിച്ച് പോകാനായിട്ട് ശ്രമിക്കണം. കഠിനാധ്വാനം വേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷേ കഠിനാധ്വാനം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലവും വന്നു ചേരും. അതാണ് നാളെ മുതൽ തുടങ്ങുന്ന ഒരു വർഷക്കാലത്തെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു മാറ്റമായി പറയാനുള്ളത്. ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്യരാശിക്കാരായ ആളുകൾക്കും അനുകൂല മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് നാളെ മുതൽ തുടങ്ങാൻ പോകുന്നത്. പൂർത്തീകരിക്കപ്പെടാനായി ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം പാതി വഴിയിൽ പെൻഡിങ്ങായി കിടക്കുകയാണ്. അത് ഗൃഹത്തിൻ്റെ പണിയാകാം, അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യമാകാം, വിവാഹ കാര്യങ്ങളാകാം. എല്ലാം ഇനി ഒന്ന് പുനരാരംഭിക്കാൻ, പൊടി തട്ടിയെടുത്ത് പുനരാരംഭിക്കാൻ കഴിയുന്ന സമയമാണ്. സാമ്പത്തിക സ്ഥിതിയിൽ നല്ല ഒരു മാറ്റം, ഒരുപാട് നാളുകൾക്ക് ശേഷം വളരെ വലിയൊരു മാറ്റങ്ങളുണ്ടാകും. നിസ്സാരമായി കാണേണ്ട നേട്ടങ്ങളല്ല നിങ്ങളുടെ ജീവിതത്തിൽ വരാനായി പോകുന്നത്. വളരെ വലിയ ഒരു മാറ്റം കന്യരാശിക്കാർക്കുണ്ടാകും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐക്യവും ഭാഗ്യവും ഒക്കെ വന്നു ചേരാൻ പോകുന്ന ഒരു വർഷക്കാലമാണ് നാളെ മുതൽ തുടങ്ങുന്നത്. ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാർക്കും സാമ്പത്തികമായി വളരെയധികം മാറ്റങ്ങൾ, നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് നാളെ മുതൽ ആരംഭിക്കാൻ പോകുന്നത്. വിദേശ യാത്രയ്ക്കുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അപ്പോൾ വിദേശത്തേക്ക് ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് വളരെയധികം സന്തോഷകരമായ ഒരു സമയമാണ്. നല്ല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊള്ളൂ. നാളെ മുതലുള്ള സമയം നിങ്ങളുടെ വിദേശ യാത്ര എന്ന സ്വപ്നം പൂവണിയുന്നതാണ്. സന്താന സൗഭാഗ്യത്തിനൊക്കെയുള്ള യോഗം കാണുന്നുണ്ട്. പല വിധത്തിലുള്ള സാമ്പത്തിക മാറ്റം ഉണ്ടാകും. കഠിനാധ്വാനം നടത്തുന്ന നിങ്ങൾക്ക് അതിനുള്ള ഫലം കൂടി വന്നു ചേരുന്ന ഒരു വർഷക്കാലമാണ് നാളെ മുതൽ തുടങ്ങാനായി പോകുന്നത്. വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാർക്കും സാമ്പത്തിക മാറ്റം ഉണ്ടാകുന്നതാണ്. വിവാഹകാര്യത്തിൽ തീരുമാനമുണ്ടാകുകയും ഉത്തമമായ ഒരു വിവാഹം വന്നു ചേരുകയും ഉത്തമമായ ഇണയെ ലഭിക്കാനുള്ള ഭാഗ്യം വന്നു ചേരും. ആരോഗ്യപരമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ നിസ്സാരമായി കാണാതിരിക്കാൻ ഏവരും ശ്രമിക്കുക. അത് ഈ ഒരു നക്ഷത്രമെന്നല്ല, ഏവരും നമ്മൾ സ്വയചികിത്സയ്ക്ക് മുതിരാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള. അടുത്തുള്ള ഡോക്ടറെ കാണിക്കുക, വൈദ്യസഹായം തേടുക. സാമ്പത്തികമായ ഒരു മാറ്റം ഉണ്ടാകുന്ന സമയം തന്നെയാണ് വൃശ്ചികം രാശിക്കാർക്ക് നാളെ മുതൽ നീണ്ടുള്ള ഒരു വർഷക്കാലം. അതായത് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും, അത് പ്രത്യേകിച്ച് പറഞ്ഞാൽ ശാരീരിക വ്യതകൾ അനുഭവിക്കുന്ന നിങ്ങൾക്ക് അതിൽ നിന്നൊരു മോചനവുമായിട്ടാണ് ഈ ചിങ്ങം തുടങ്ങാനായി പോകുന്നത്. അപ്പോൾ ഒരു വർഷക്കാലം വളരെയധികം ഭാഗ്യവും നേട്ടവും ഐശ്വര്യവും വന്നു ചേരും. കുടുംബ പരദേവതയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാനായി ശ്രമിക്കുക. അതായത് ക്ഷേത്ര ദർശനം നടത്തുക. കുടുംബത്തേക്ക് പോകാതിരിക്കുന്നവരാണ്, കുടുംബ പരദേവതയെ ദർശിക്കാത്തവരാണെങ്കിൽ ആ ഒരു ശീലം മാറ്റുക. കുടുംബക്ഷേത്ര ദർശനം നടത്തുക. വരുന്ന തിരുവോണത്തിനൊക്കെ കുടുംബക്ഷേത്രത്തിൽ രാവിലെ അടുത്തുള്ള കുടുംബക്ഷേത്രമാണെങ്കിലോ അല്ലെങ്കിൽ ദൂരെയാണെങ്കിലോ അന്നേ ദിവസമൊക്കെ ഒന്ന് പോകാൻ ശ്രമിക്കുന്നതും ഉത്തമമായിരിക്കും.
മൂലം പൂരാട ഉത്രാടം വരുന്ന ധനുരാശിക്കാർക്കും വളരെയധികം വരുമാന വർധനവുണ്ടാകുന്ന സമയമാണ്. നിർമ്മാണത്തിനുള്ള ഭാഗ്യം കൂടി കാണുന്നുണ്ട്. ഒരു പുതുഗൃഹം വേണം എന്ന ആഗ്രഹവുമായി നിൽക്കുന്ന നിങ്ങൾക്ക് നാളെ മുതലുള്ള സമയം അതിനുള്ള ഭാഗ്യം തുടങ്ങുകയാണ്. സന്തോഷ വർത്തമാനങ്ങൾ കേൾക്കുകയും അതായത് ശുഭകരമായ വാർത്തകൾ ശ്രവിക്കാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടാകുന്നതാണ്. നിങ്ങളും ആരോഗ്യ സംബന്ധമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിനെ നിസ്സാരമായി കാണാതെ വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. ഏത് വ്യക്തികളാണോ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് സ്വയം ചികിത്സയ്ക്ക് മുതിരാതിരിക്കാനായി ഏവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ ധനുരാശിക്കാരുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിലും നിങ്ങളും ആരോഗ്യത്തെ വളരെയധികം ഗൗനിക്കാതെയാണ് കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ശീലം ഒന്ന് മാറ്റുക. ഒരു ബോഡി ചെക്കപ്പൊക്കെ നടത്തുന്നത് ഉത്തമമായിരിക്കും. ഒരു പുതു വാഹനമൊക്കെ വാങ്ങാനുള്ള യോഗവും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സമയം കൂടി നാളെ മുതൽ തുടങ്ങുകയാണ്. ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരായ ആളുകൾക്ക് മാറ്റത്തിൻ്റെ സമയമാണ്. ഒരു വർഷക്കാലം നാളെ മുതൽ തുടങ്ങാൻ പോകുന്നത്. വിവാഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. പ്രണയിക്കുന്ന ആളുകൾക്കും പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ഒരു മാറ്റമുണ്ടാകുന്ന സമയമാണ്. അതായത് നിങ്ങൾക്ക് ആരോഗ്യ സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഈ ഒരു അവസ്ഥയിലും ഇപ്പോൾ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ ഒരുപാട് ആരോഗ്യവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആശുപത്രി വാസങ്ങൾ വരെ അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു മോചനം നാളെ മുതലുള്ള സമയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആശങ്കകളൊക്കെ മാറുന്ന, എല്ലാവിധ പ്രയാസങ്ങളും മാറുന്ന ഒരു വർഷക്കാലമാണ് നാളെ മുതൽ തുടങ്ങാൻ പോകുന്നത്. എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ വീണ്ടും പറയുകയാണ്, പ്രാർത്ഥന വളരെയധികം അനിവാര്യം തന്നെയാണ്. ഏത് മനുഷ്യനും സന്തോഷകരമായ ഒരു ജീവിതം ലഭിക്കണമെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ അതായത് രാത്രി കിടക്കുന്ന വേളയിലും നല്ല രീതിയിലുള്ള പ്രാർത്ഥന വളരെയധികം അനിവാര്യമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന എന്തിനാണ്? അന്നേ ദിവസം ശുഭകരമായ ഫലങ്ങൾ ലഭിക്കുവാനായിട്ട്. രാത്രി കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന എന്തിനാണ്? പിറ്റേ ദിവസം സന്തോഷകരമായ ഒരു പുലർകാലം ഉണ്ടാകാനും തുടർന്ന് വീണ്ടും ഭാഗ്യം ഉണ്ടാകാനും. അപ്പോൾ എപ്പോഴും പ്രാർത്ഥന, ആഹാരം കഴിക്കുന്നത് പോലെ മരുന്ന് കഴിക്കുന്നത് പോലെ പ്രാർത്ഥനയും വളരെ അനിവാര്യമാണെന്ന് ഏവരും മനസ്സിലാക്കുക. അവിട്ടം ചതയം പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാർക്ക് ഒരു വർഷക്കാലം, അതായത് നാളെ മുതൽ തുടങ്ങാൻ പോകുന്ന ഒരു വർഷക്കാലം ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും തേടിയെത്തുന്ന സമയങ്ങളാണ്. ബന്ധുക്കളുടെ സമാഗമം ഉണ്ടാകുന്നതാണ്. അകൽച്ചയിൽ കഴിയുന്ന ബന്ധുക്കളും അടുത്തേക്ക് എത്തുന്ന ഒരു സമയമാണ്. ജോലിയിൽ ഒരു മാറ്റമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. വിദേശ ഭാഗ്യം കാണുന്നുണ്ട്. ജീവിതത്തിൽ വളരെയധികം ഉയരങ്ങൾ, ഭാഗ്യങ്ങൾ, സാമ്പത്തിക നേട്ടങ്ങൾ, ഐശ്വര്യം, എല്ലാവിധ സൗഭാഗ്യങ്ങളോടും കൂടി കഴിയാൻ സാധിക്കുന്ന ഒരു വർഷക്കാലം നാളെ മുതൽ നിങ്ങൾക്ക് തുടങ്ങാൻ പോവുകയാണ്. പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാർക്കും എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം സ്വയമേവ കണ്ടെത്താനായി നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ്. എങ്കിലും അല്പം ശ്രദ്ധ അനിവാര്യമായ ഒരു സമയം കൂടിയാണ്. പണം ചിലവാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമാണ്. അതായത് അനാവശ്യ ചിലവുകളിലേക്ക് പോകാതിരിക്കാൻ അടുത്ത ഒരു വർഷക്കാലം ശ്രദ്ധിക്കുക. സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ മാറുന്ന സമയമാണ്. കുറച്ച് ധനമൊക്കെ പല വഴികളിലൂടെ കയ്യിലേക്ക് എത്തിച്ചേരാനുമുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തുടർന്നപ്പോൾ തന്നെ പറഞ്ഞത്, സാമ്പത്തികമായി അനാവശ്യ ചിലവുകളിലേക്ക് ഒന്ന് പോകാതിരിക്കാൻ കൂടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു കരുതൽ വേണം എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. സാമ്പത്തികമായി ഒരു വളരെ വലിയ മാറ്റം നിങ്ങൾക്ക് നാളെ മുതൽ നീണ്ട ഒരു വർഷക്കാലത്തിനുള്ളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ പൊന്നിൻ ചിങ്ങമാസം നാളെ തുടങ്ങുകയാണ്. നീണ്ട ഒരു വർഷക്കാലത്തെ 27 നക്ഷത്രക്കാരുടെയും പൊതുഫലമാണ് പറഞ്ഞത്.